നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ആകാംക്ഷ. ഗുജറാത്ത് കലാപകാലത്തെ ബിൽക്കിസ് ബാനു കേസിൽ ജയിലിലേക്ക് മടങ്ങണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ട കുറ്റവാളികൾ ഒളിവിൽ. 9 പ്രതികളും ഒളിവിൽ. പലരെയും ഫോണിൽ ബന്ധപ്പെടുന്നു. വീടുകൾ പൂട്ടിയ നിലയിൽ. സിനിമയെടുക്കാനായി കങ്കണ ബിൽക്കിസ് ബാനു കേസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകളാണ് ഉണ്ടാകുന്നത്. ഗുജറാത്ത് കലാപത്തെ ബിൽക്കിസ് ബാനു കേസിൽ ജയിലിലേക്ക് മടങ്ങണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ട കുറ്റവാളികൾ ഒളിവിൽ പോയി. 11 പേരിൽ 9 പേരുടെ വിവരമൊന്നുമില്ലെന്നാണ് സൂചന. ജനുവരി 22-നുള്ളിലാണ് ഇവർ കീഴടങ്ങേണ്ടത്. കുറ്റവാളികൾ ഇതുവരെ കീഴടങ്ങിയിട്ടില്ലെന്നും കോടതി ഉത്തരവിന്റെ പകർപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ദഹോഡ് SP ബൽറാം മീണ പറഞ്ഞു. എന്നാൽ ഇവർ മറ്റുള്ളവരുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചില ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ 2002 മാർച്ചിലെ വർഗീയ ലഹളയിൽ ബലാത്കാരം ചെയ്യപ്പെട്ട ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ 11 പേരുടെ ജീവപര്യന്തം ഇളവ് ചെയ്ത ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. തിങ്കളാഴ്ച തന്നെ മാധ്യമപ്രവർത്തകർ കുറ്റവാളികളുടെ പ്രതികരണം തേടി രണ്ടിക്പൂർ ഗ്രാമത്തിലെത്തിയെങ്കിലും വീടുകൾ പൂട്ടിയ നിലയിലായിരുന്നു. അതേസമയം ബിൽക്കിസ് ബാനു കേസിൽ കുറ്റവാളികൾ കീഴടങ്ങുമെന്നാണ് കരുതുന്നതെന്നും അഭിഭാഷക ശോഭ ഗുപ്ത പറഞ്ഞു. അല്ലെങ്കിൽ കോടതി ജാമ്യമില്ലാ വാറന്റ് അയക്കും. കോടതിയലക്ഷ്യ കേസ് എടുക്കാൻ തങ്ങൾ അപേക്ഷിക്കുമെന്ന സൂചനയും ബിൽക്കിസിന്റെ അഭിഭാഷക ശോഭ നൽകി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഹാജരാകണമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഇവർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. അതിനാൽ കീഴടങ്ങാതിരുന്നാൽ കോടതി ഗൗരവമായി എടുക്കും. ഇതേ ബെഞ്ചിൽ പുനഃപരിശോധനാ ഹർജി നൽകിയാലും വിധി വ്യത്യസ്തമാകാൻ ഇടയില്ല. മഹാരാഷ്ട്ര സർക്കാരിനോട് ഇളവിന് അപേക്ഷിക്കണമെങ്കിലും ജയിലിൽ ഹാജരാകണം. അതേസമയം വിവരങ്ങൾ മറച്ചുവെച്ച് ഹർജി നൽകിയതിന് സുപ്രീം കോടതി വിമർശനം നേരിട്ട രാധേശ്യാം ഷാ 15 മാസമായി നാട്ടിലില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. എന്നാൽ ഷായും മറ്റുള്ളവരും ഞായറാഴ്ച വരെ സ്ഥലത്തുണ്ടായിരുന്നതായും വിധി വന്നതോടെ മുങ്ങിയതുമായാണ് പരിസരവാസികൾ നൽകുന്ന സൂചന. ഇതേ ഗ്രാമത്തിലാണ് ബിൽക്കിസിന്റെ തറവാട്. ഇത് വാടകയ്ക്ക് നൽകിയ ശേഷം വർഷങ്ങളായി സമീപ പട്ടണമായ ദേവഗഡ് ബരിയയിലാണ് ഇവർ താമസിക്കുന്നത്. വിധി വന്നതോടെ ഇവരും അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറി. അഭിഭാഷക മുഖേനയാണ് പ്രതികരണം മാധ്യമങ്ങൾക്ക് നൽകിയത്. 2 സ്ഥലങ്ങളിലും ദഹോഡ് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബിൽക്കിസ് ബാനു കേസ് വീണ്ടും ചർച്ചയായിരിക്കെ ബോളിവുഡ് നടി കങ്കണയുടെ എക്സിൽ ഒരാൾക്ക് നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ്. ബിൽക്കിസ് ബാനു കേസിൽ കങ്കണ ഒരു സിനിമ ചെയ്യണമെന്നാണ് ആ വ്യക്തിയുടെ ആവശ്യം. ഇതിന് കങ്കണ നൽകിയ മറുപടി ചർച്ചയായിരിക്കുകയാണ്. ബിൽക്കിസ് ബാനു കേസിൽ സിനിമയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായി 3 വർഷത്തോളമായി ഗവേഷണം നടത്തുകയാണെന്നും കങ്കണ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയപരമായ വിഷയമായതിനാൽ ചിത്രം നിർമ്മിക്കാനായി ആരും മുന്നോട്ട് വരുന്നില്ലെന്നും കങ്കണ വ്യക്തമാക്കി. പ്രിയപ്പെട്ട കങ്കണ മാം, സ്ത്രീ ശാക്തീകരണത്തോടുള്ള താങ്കളുടെ അഭിനിവേശം പ്രചോദനം നൽകുന്നതാണ്. ബിൽക്കിസ് ബാനു വിഷയത്തിൽ ശക്തമായ ഒരു സിനിമയെടുക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? ബിൽക്കിസിന് വേണ്ടി താങ്കൾ അത് ചെയ്യുമോ? കുറഞ്ഞത് മനുഷ്യത്വത്തിന്റെ പേരിൽ എക്സ് യൂസർ ചോദിച്ചു. സിനിമയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരക്കഥയും തയ്യാറാണ്. വിഷയത്തിൽ ഞാൻ 3 വർഷത്തോളം ഗവേഷണം നടത്തിയിരുന്നു. എന്നാൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയ പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ സിനിമ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുന്ന ചിത്രത്തിൽ അവർക്ക് അവരുടേതായ ചില നിബന്ധനകൾ ഉണ്ടെന്നാണ് പറയുന്നത്.